അസ്സാം വലൈക്കും വർഹമത്തുള്ള. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിവാഹത്തിലൂടെ ലഭിക്കേണ്ട ലൈംഗികാസ്വാദനം അത് നടക്കാതെ പോകുമ്പോഴുള്ള ആളുകളുടെ വിഷമങ്ങൾ സ്നേഹക്കൂടിലേക്ക് ശ്രോതാക്കൾ തുറന്ന് എഴുതിയിട്ടുണ്ട്. അത്തരം ചില വിഷമങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. സ്നേഹക്കൂടിൻ്റെ ഓരോ എപ്പിസോഡുകളും പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന ചാനൽ വഴിയും നമ്മൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് റേഡിയോ ആപ്ലിക്കേഷൻ വഴിയാണ്. പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. സ്നേഹക്കൂടിലേക്കും അൽ ഇജാബയിലേക്കും ലൈവ് കൗൺസിലിങ്ങിലേക്കും ഒക്കെ നമ്മുടെ സംശയങ്ങൾ അയക്കാം. കുട്ടികൾക്ക് വ്യത്യസ്ത പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം. അങ്ങനെ ഒരുപാട് അവസരങ്ങളുള്ള നമ്മുടെ ഒരു നല്ല സുഹൃത്താണ് പീസ് റേഡിയോ എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം സ്നേഹക്കൂടിൽ പങ്കെടുക്കുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സ്വലാഹിയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും ചില സഹോദരിമാരും സഹോദരങ്ങളും അയച്ച ചില സംശയങ്ങളിലേക്ക് നമുക്ക് പോകാം. സമാനമായ കുറേ വിഷയങ്ങളുണ്ട്, പക്ഷേ ഓരോന്നിലും വ്യത്യസ്തതകൾ പലതുമുണ്ട്. ഓരോരുത്തരുടെയും അവസ്ഥകൾ വേറെ വേറെയാണ്. നമ്മളതൊന്ന് മൊത്തത്തിൽ പറയാൻ ശ്രമിക്കാം. ആദ്യം ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഭർത്താവിന് സെക്സിൽ താല്പര്യമില്ല, സമാധാനമില്ല, കരഞ്ഞു മടുത്തു. കല്യാണം കഴിഞ്ഞു, ഇതിന് താല്പര്യമില്ല എന്നുള്ള വിവരം സ്വന്തം വീട്ടിൽ പറഞ്ഞപ്പോൾ ആരും ഇത് വിശ്വസിച്ചില്ല, കൂടെ നിന്നില്ല. ഭർത്താവിനോട് അവസാനം ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കേണ്ടി വന്നു. കുഞ്ഞിനെ തന്നില്ല എങ്കിൽ ഇനി ഡൈവേഴ്സ് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. ഈ വർഷങ്ങൾക്കിടയിൽ ആകെ ആ ഒരു തവണ മാത്രമാണ് സെക്സ് നടന്നത് എന്നാണ് ആ സഹോദരി പറയണത്. ഇത് എൻ്റെ നിർബന്ധത്തിന് ഡോക്ടറെ കാണിക്കാൻ വന്നു. ഡോക്ടർ പറയുന്നത് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇതിന് താല്പര്യമില്ല. ഇപ്പോൾ വീട്ടിൽ നിന്നും ഡൈവോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒഴിവാകാൻ തോന്നുന്നില്ല. എൻ്റെ കുട്ടിയുടെ ഉപ്പയല്ലേ, എനിക്കൊരു സമാധാനവും ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകുമെന്ന് ഭയമുണ്ട്, അത്രക്ക് വേദന മനസ്സിലുണ്ട് എന്നാണ്. അസ്സറല്ലാഹുൽ ഉമൂർ. ഈ സഹോദരിയുടെ എല്ലാ വിഷമങ്ങളും ഇതേപോലെ അനുഭവിക്കുന്നവരുടെ എല്ലാ വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്ക് നമ്മളിപ്പം ഈ പീസ് റേഡിയോ സ്നേഹക്കൂട് അല്ലെങ്കിൽ ഫീഡ്ബാക്കിലൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ചില ടെക്സ്റ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് 2-3 ദിവസം നമ്മളെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മൾ അൽഹംദുലില്ലാഹ് പറയുമ്പോഴും കുറേ അത്രയും ആഴത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരാളോട് പോലും പറയാനില്ലാത്ത കുറേ മനുഷ്യർ എന്ന രീതിയിലൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചുകൂടി നമ്മൾ ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ കുറച്ചും കൂടി മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ വരും. അപ്പോൾ അത് മക്കളൊക്കെ ഒന്നിച്ച് യാത്രയിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ കേൾവിയിലേക്ക് ഇതിനെ കൊണ്ടുപോകലായിരിക്കും നല്ലത്. ചില ആളുകൾക്ക് അത് അങ്ങനെ തന്നെ അവരുടെ ചെറിയൊരു പ്രസൻസ് പോലും ഇതിൽ ഭയങ്കര പ്രശ്നമായി ഫീൽ ചെയ്യണ ആളുകളുണ്ടാകും. ഒരടുക്കളയിൽ ഒന്നിച്ച് കേൾക്കണ, പിന്നെ ഒരു വീട്ടിൽ ഒന്നിച്ച് ബോക്സ് ഇട്ട് കേൾക്കുന്ന ആളുകളൊക്കെ നമുക്ക് റേഡിയോ ശ്രോതാക്കളുണ്ട്. യൂട്യൂബിൽ പൊതുവേ അങ്ങനെ ഉണ്ടാവില്ല. യൂട്യൂബ് ഓരോരുത്തർ അവരുടെ പ്രൈവറ്റ് സ്പേസിലായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഒരു വിഷയം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ലൈംഗികത എന്നത് ശേഷിയില്ലാത്തവരും ആവശ്യമില്ലാത്തവരുമായ ആൾക്കാരുണ്ടാവും. അവരുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ ഒരു പക്ഷേ മെഡിക്കേഷൻ വഴി പോലും അത്തരം കാര്യങ്ങൾ ലഭിക്കാത്തവരുണ്ടാകും. എന്നാലൊരു പ്രായം മുതൽ വിവാഹത്തിന് ഇങ്ങനെ കുടുംബം ഭയങ്കരമായി നിർബന്ധിക്കുന്നത് കൊണ്ട് വിവാഹം കഴിക്കും. ആ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്കറിയാം അയാൾക്ക് അങ്ങനെ ഒരു പെണ്ണിൻ്റെ ആവശ്യമില്ല. അയാൾക്കൊരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നാവുന്ന അല്ലെങ്കിൽ സെക്സ് നിർവഹിക്കാവുന്ന സാഹചര്യങ്ങളില്ല. അത് പല കാരണങ്ങൾ കൊണ്ടും വരാം. നമ്മളെ കാരണങ്ങളിലേക്ക് പോകണില്ല. എന്തായാലും നമുക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത്. അതൊരാളെ കൊല്ലണതിന് തുല്യമാണ്. ഒരാളുടെ ജീവിതമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. നിങ്ങളെ ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതോടുകൂടെ നിങ്ങളല്ലാത്ത മറ്റൊരു പുരുഷനെ നോക്കാനോ തൊടാനോ സ്പർശിക്കാനോ സമീപിക്കാനോ ഒന്നും അവളെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അപ്പോൾ അതൊരു വലിയ അക്രമമാണ്. അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. 2 കുടുംബങ്ങളോടും ബന്ധുക്കളോടൊക്കെ പറയാനുള്ളത്, വളരെ പ്രായം ചെന്നിട്ടും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് വിവാഹത്തിന്
തയ്യാറാകുന്നില്ല എന്നുള്ളത് വിശദമായി അയാളുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകളെടുത്തു നിന്ന് പഠിച്ചും അന്വേഷിച്ചും ചോദിച്ചും മനസ്സിലാക്കിയും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അയാളെ വിവാഹത്തിന് നിർബന്ധിക്കാൻ പാടുള്ളൂ. കാരണം കുടുംബ സംവിധാനം അനുസരിച്ച് വാപ്പ, മൂത്താപ്പ, എളാപ്പ, ജ്യേഷ്ഠൻ, അനിയൻ, ഉമ്മ, പെങ്ങൾ ഇവരുടെയൊക്കെ ഒരു സമ്മർദ്ദത്തിൻ്റെ നടുക്കെ വിവാഹം ആവശ്യമില്ലാത്തൊരു വ്യക്തി, അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. തീർച്ചയായും അങ്ങനത്തെ ഒരു സാഹചര്യമുള്ളവരുണ്ട്. അവർക്ക് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ലൈംഗികതയുമായി ബന്ധപ്പെട്ട അധാർമികതകളോ പ്രശ്നങ്ങളോ വരില്ല. അവരുടെ സംരക്ഷണം മാത്രമായിരിക്കും ഒരു പ്രശ്നമായിട്ടുണ്ടാകും പ്രായമാകുമ്പോൾ. അത് വേറെ തന്നെ ഒരു കേസാണല്ലോ. അതിനുവേണ്ടി ഒരു പെൺകുട്ടീനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ക്ലാരിറ്റിയിൽ വളരെ കൃത്യതയോടുകൂടെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ചെറുപ്പക്കാരോട് പറയുന്നു, വിവാഹം നിങ്ങൾക്ക് വേണ്ട എങ്കിൽ, വിവാഹം വേണ്ട എന്ന് പറയുന്നത് പുതിയ ലിബറൽ കാലത്തെ വേണ്ടായികയല്ല. പല പല സ്ത്രീകളെടുത്തും പല പല സെക്ഷുവൽ ഇൻ്റർകോഴ്സസ് മെത്തേഡുകളും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കണ, പിന്നെ ലിവിങ് ടുഗദർ പോലെയൊക്കെയുള്ള കാരണം കൊണ്ട് വേണ്ടാന്നല്ല, മറിച്ച് ഫിസിക്കലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആവശ്യമല്ല, മെൻ്റലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യരുത്, വിവാഹം വേണ്ട, എനിക്ക് എൻ്റെ സാഹചര്യം എങ്ങനെയാണ് എന്നത് തുറന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും പറയാവുന്ന ഒരാളോട് പറഞ്ഞാൽ അവർ ബാക്കിയുള്ളവരോട് അത് സംസാരിച്ചോളും. 2, വളരെ വിവാഹം വൈകിയ വ്യക്തികൾ കാരണങ്ങളില്ലാതെ വൈകുന്നതാണെങ്കിൽ കല്യാണം കഴിക്കാൻ അവരെ നിർബന്ധിക്കുന്നതോടൊപ്പം തന്നെ അവർ എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്നതിൻ്റെ കാരണങ്ങളെ കൂടി വിശകലനം ചെയ്തെടുക്കണം. 3ാമത്തെ കാര്യം രക്ഷിതാക്കളോടാണ്, പെൺകുട്ടികളുടെ രക്ഷിതാക്കളോടാണ്. പെൺകുട്ടികൾ വളരെ ജെന്യൂനായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ വേഗം, അതൊക്കെ അങ്ങനെ തന്നെ ഇക്കാരം, അതായത് ഒരു പ്രത്യേക ജനറേഷൻ അങ്ങനെ ജീവിച്ചവരാണ്, വേറെ നിർവാഹമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ പാരൻസൊക്കെ രക്ഷിതാക്കൾക്ക് കൊടുത്ത മറുപടി അതാണ്. വളരെ ജെന്യൂനായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള തടസ്സങ്ങൾ പറഞ്ഞാൽ അവിടുത്തെ അമ്മ കുറച്ച് പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നല്ല ഞാൻ ഉദ്ദേശിച്ച്, ലഹരി പോലെ ലൈംഗികത പോലെ ഒക്കെ ഉള്ള വിഷയങ്ങൾ പറഞ്ഞാൽ അത് പരിശോധിച്ച് പഠിച്ച് അതിൽ വ്യക്തത വരുത്തി അവരെ അതിന് സഹായിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഏത് വിഷയം പറഞ്ഞാലും, മക്കൾ ഏത് വിഷയം പറഞ്ഞാലും അത് കാതിലേക്ക് എടുക്കണം. ചിലത് നമ്മൾ കാതിലേക്ക് എടുക്കുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടെടുക്കണം. ചിലത് അവർ പറയുമ്പോൾ നമ്മൾ കാതിലേക്ക് എടുക്കണില്ല എന്ന് തോന്നാതെ നമ്മൾ എടുക്കണം. മനസ്സിലായില്ലേ? ഇതിനൊക്കെയുള്ള തിരിച്ചറിവും വിവേകമൊക്കെ രക്ഷിതാക്കൾക്ക് വേണം. അപ്പോൾ പല കാര്യത്തിലും നമ്മൾ ആളുകളെ സഹായത്തിന് വിളിക്കും, തേങ്ങടാൻ വിളിക്കും, വീട് പണിക്ക് വിളിക്കും, ഓട്ടോറിക്ഷ ഡ്രൈവറെ ഒരു സ്ഥലത്ത് കൊണ്ടേക്കാൻ വിളിക്കും എന്ന് പറഞ്ഞ പോലെ മക്കളുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് ഇതിവരെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇത് ആരും അറിയേണ്ട എന്നുള്ളൊരു ഒരു ഫ്രെയിമിലാണ് ഇതൊക്കെ വർക്കൗട്ടാകുക. അവസാനം ഇതൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടാണ്. ഇപ്പോൾ അന്ന് ആ കുട്ടി ആവശ്യപ്പെട്ടു, അന്ന് അവർ സമ്മതിച്ചില്ല. ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, അപ്പോൾ ആ കുട്ടിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളിതിനെ കാണണം എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയണം. ഇനിയുള്ള കാലത്ത് ഇതിൻ്റെയൊക്കെ അളവ് വളരെ കൂടാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ്റെ സെക്സും ജെൻഡറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ച സമൂഹത്തിൽ വളരെ ശക്തമാണ്. ആണിനെപ്പോൾ വേണമെങ്കിലും പെണ്ണാകാം, പെണ്ണിനെപ്പോൾ വേണമെങ്കിലും ആണാകാം. ആണിനോടാണ് താല്പര്യം എന്ന് പറയുന്ന ആണുങ്ങൾ, പെണ്ണിനോടാണ് താല്പര്യം എന്ന് പറയുന്ന പെണ്ണുങ്ങൾ, രണ്ടും ബൈസെക്ഷലാണ്, രണ്ടിനോടും പറ്റും എന്ന് പറയുന്ന സംഗതികൾ. ഇത് ഇവിടുത്തെ രാത്രി ചർച്ച മുതൽ ബിഗ് സ്ക്രീൻ സിനിമ വരെയുള്ള ലോകത്തും ആക്ടിവിസ്റ്റുകളും അതേപോലെ പിന്നെ ഷോർട്സും റീൽസും ഒക്കെ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതിനൊക്കെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ കൂടുതലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത്തരം കെണികളിലൊന്നും മക്കൾ പെടാതിരിക്കാനുള്ള വിദ്യാഭ്യാസവും കൂടി നേരത്തെ തന്നെ രക്ഷിതാക്കൾ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. പോയിൻ്റ് നമ്പർ 4 പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ശരിയായിക്കോളും, നാളെ ശരിയായിക്കോളും, മറ്റന്നാൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ നിൽക്കരുത്. ഒരു കാരണവശാലും നിൽക്കരുത്. വാപ്പാക്ക് ഒരു അറ്റാക്ക് കഴിഞ്ഞതാണ്, ഉമ്മാക്കൊരു സ്ട്രോക്ക് കഴിഞ്ഞതാണ്, ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. വാപ്പയും ഉമ്മയൊക്കെ ജീവിക്കും, മരിക്കും, ഒക്കെ പോകും. നിങ്ങളെ ലൈഫ് നേരിടേണ്ടി വരും. അപ്പോൾ ഈ സ്ട്രോക്ക് ബാധിച്ച ഉമ്മാനോടും അറ്റാക്ക് വന്ന വാപ്പാനോടും തന്നെ പോയി പറയേണ്ടതില്ല. ഭൂമിയിൽ നിങ്ങൾക്കൊരു വിശ്വസ്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടാകും, അതില്ല എന്ന് പറയരുത്, അതുണ്ട്. ഇനി അങ്ങനെ ഒരാളെ തേടിപ്പോയിട്ട് പിന്നെ അവസാനം അയാളുമായിട്ട്
അവിഹിതത്തിലേക്ക് പോകുന്ന നിലക്കുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യുകയും ചെയ്യരുത്. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നിലപാടിൻ്റെയും സുതാര്യതയുടെയും ഒക്കെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാവുന്ന വ്യക്തികളെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. പീസ് റേഡിയോ ആ നിലക്ക് ധാരാളം ആളുകൾ ഉപയോഗിച്ചു വരുന്നു. നിങ്ങൾക്കും ഉപയോഗിക്കാം. കുറച്ച് കാത്തുനിന്ന് ക്ഷമാപൂർവ്വം നിരന്തരം ഓർമ്മപ്പെടുത്തി ഫോളോ ചെയ്താൽ ചില കൃത്യമായ സജഷനുകളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പറയാൻ പീസ് റേഡിയോക്ക് കഴിയും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് മൊത്തം ഇത്തരം വിഷയങ്ങളുടെ ഒരു പൊതുവായ മറുപടിയായി നമുക്ക് പറയാനുള്ളത്. ഇനി സ്പെസിഫിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ സെക്സ് ആണിൻ്റെ ഭാഗത്തു നിന്നും പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും തുടർച്ചയായ കൃത്യമായ ആസ്വാദനമുള്ള സന്തോഷപൂർവ്വമുള്ള സെക്സ് നടക്കാത്ത ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അത് പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇത് പാർട്ട്ണർക്ക് ഇത് കുറച്ച് കൂടുതലാണെങ്കിൽ, ലൈംഗികതയോടുള്ള താല്പര്യം ഭയങ്കര ടോപ്പിലുള്ള ഭയങ്കര കൂടുതലുള്ള ആൾക്കാരുണ്ടാകും. ഇപ്പോൾ വിശപ്പ് എല്ലാവരും ഒരേ പോലെ അല്ലല്ലോ. ഭക്ഷണം കഴിക്കലിൻ്റെ ക്വാണ്ടിറ്റി അളവ് എല്ലാവരും ഒരേപോലെ അല്ല എന്ന് പറയുന്ന പോലെ തന്നെ സെക്സിനോടുള്ള ആവശ്യവും ആർത്തിയും അതിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പാർട്ട്ണറുടെ ഇണയുടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ആഗ്രഹത്തിൻ്റെ തോത് കൂടുമ്പോൾ ഇയാൾക്ക് തീരെ ഇതിൽ താല്പര്യമില്ല എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടാകും, ഇത് നിർവഹിച്ച് പൂർത്തീകരിക്കാനുള്ള പരിമിതികളുണ്ടാകും. ആ പരിമിതികളിൽ പലതും വരാം. ഭാര്യനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തെറ്റായ നിലക്ക് ഒരാളോട് ചാറ്റ് ചെയ്യണത് കണ്ടു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായാലും ഭർത്താവിനെ വേറൊരു രീതിയിൽ കണ്ടു. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കുടുങ്ങിയിട്ട് ഒരിക്കലും ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും, പക്ഷേ ഈ കാര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ വിവാഹപൂർവ്വ ജീവിതത്തിലെ എന്തെങ്കിലും തെറ്റായ ഉപയോഗപ്പെടുത്തലുകൾ, മിസ്യൂസിങ്ങുകൾ, സ്പർശനങ്ങൾ, ചെറിയ കുട്ടിയായപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഞെട്ടൽ ഈ സെക്സിൽ ഏർപ്പെടാൻ ഒരുങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ഞെട്ടലായിരിക്കും വരിക. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ ബെഡ്റൂമിൽ ഒന്നിക്കുക എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര പ്രതിസന്ധിയായി മാറുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ കുറച്ച് ജെന്യൂനായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൽ ഒക്കെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് 2 പേർക്കും ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയില്ല. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, കൃത്യമായ കൗൺസിലിങ്ങും കൃത്യമായ മെഡിക്കേഷനും കൃത്യമായിട്ടുള്ള ചില തെറാപ്പികളൊക്കെ ഇതിലുണ്ട്. അത് ഒരിക്കലും മതപരമായി നിങ്ങൾ ഉപദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഉപദേശത്തിലൂടെ ചെയ്തു തരാൻ പറ്റുന്നതല്ല. അതിനിവിടെ സയൻസുണ്ട്. സൈക്കാട്രി പഠിച്ച, സൈക്കോളജി പഠിച്ച ആളുകളെടുത്ത് പോയി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് അതവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചില തെറാപ്പികൾ വഴി അത്തരം മനോഗതങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. അത് എൻ്റെ അർത്ഥം NLP പോലുള്ള വളരെ വഴിതെറ്റി സഞ്ചരിക്കണ വഴികളിലേക്ക് പോകണം എന്നല്ല. അങ്ങനെ പോണ ആളുകളുണ്ട്. അതൊക്കെ പരിഹാരമാണെന്ന് വിചാരിച്ചിട്ട്. NLP ഇസ്ലാമിക വിരുദ്ധമാണ് എന്നത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. അപ്പം ആ നിലക്ക് ഇപ്പോൾ ദീർഘമായ 8 വർഷം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ വളരെ ക്ലിയറാണ് കാര്യം. അയാൾക്ക് കുഞ്ഞിനെ കൊടുക്കാവുന്ന വിധമുള്ള ഒരു ലൈംഗികതയുടെ അന്തരീക്ഷമുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇതിൽ തന്നെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ വൃത്തി, അതേപോലെ തന്നെ സ്മെല്ല്, ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊക്കെ അടുത്ത് വരാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ള ആളുകളുണ്ടാകും. അപ്പം അവിടെയൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയണത്, ഇത് നമ്മളൊരു കിണറ്റിൽ വീണാൽ ആ കിണറ്റിൽ നിന്ന് നമുക്ക് ഒറ്റയ്ക്ക് കയറി രക്ഷപ്പെടാറുള്ളത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. എത്ര ആരോഗ്യവാനാണെങ്കിലും എത്ര നല്ല തെങ്ങുകയറ്റക്കാരനാണെങ്കിലും ആ കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറി പോരാൻ എന്ത് ചെയ്യണം, ഒരു തേർഡ് പാർട്ടി സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകളൊക്കെ പൊതുവേ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തമായി കാര്യങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന ആളുകളുടെ ടൈം എടുത്തിട്ട് അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ നിങ്ങൾ മൊത്തം ഒന്നും മറച്ചു വെക്കാതെ സംസാരിച്ച് അവരുടെ ഒരു അവലോകനം എടുത്ത് ആ അവലോകനത്തിലൂടെ പിന്നെ കാര്യങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. മതപരമായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മതം വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ബാധ്യത പോലെ തന്നെ അവകാശവും ഉണ്ട്. കൃത്യമായ സ്ത്രീക്ക് അവകാശങ്ങളുണ്ട് പുരുഷൻ്റെ അടുത്തുനിന്ന്, പുരുഷന് തിരിച്ചുമുണ്ട്. കൃത്യമായി പുരുഷന് ബാധ്യത ഉണ്ട്, തിരിച്ച് സ്ത്രീക്കും ബാധ്യത ഉണ്ട്. ഇസ്ലാം അത്ര കറക്റ്റ് പറഞ്ഞു. അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് അവരുടെ ലൈംഗികത ശരിയായ നിലയിൽ നിർവഹിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരു ഓപ്ഷണലല്ല.
വിവാഹം കഴിച്ചോ തൻ്റെ ഭാര്യയുടെ തൻ്റെ ഭർത്താവിൻ്റെ ലൈംഗികത പൂർത്തീകരിച്ച് കൊടുക്കുക എന്നുള്ളത് ഫറലായിട്ടുള്ള കാര്യമാണ്. ഫറൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡ് പറഞ്ഞ പോലെ ആകെ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ആണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കണ ചില മനുഷ്യന്മാരുണ്ട്. ഇതൊരു ഫറലായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നതാണ്. ഇതൊരു ഫറലായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, സ്വന്തം ഭർത്താവിന് ബെഡ് വിലക്കിക്കൊണ്ട്, സ്വന്തം ഭർത്താവിന് ലൈംഗികത വിലക്കിക്കൊണ്ടൊരു പെണ്ണുറങ്ങിയാൽ പുലരുവോളം മലക്കുകൾ അവർക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇമാം അഹ്മദൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഇദാ ജാമഅ അഹദുക്കും അഹ്ലഹു ഫൽ യുസിബ്ഹ സുമ്മ ഇദാ ഖളാ ഹാജതഹു ഫൽ യൻതളിർഹ ഹത്താ തഖ്ലി ഹാജതഹ. ഒരാൾ ഭാര്യയെ സമീപിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കാനുള്ളതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ, ഇദാ ഖളാ ഹാജതഹു ആവശ്യം നിർവഹിച്ചാൽ, ഫൽ യൻതളിർഹ ഹത്താ തഖ്ലി ഹാജതഹ ഭാര്യയുടെ ലൈംഗികാവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ അയാൾ ആ ലൈംഗികതയിൽ തന്നെ തുടരണം. നിങ്ങളൊരിക്കലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകവും കൂടി പറഞ്ഞു, നിങ്ങളൊരിക്കലും മൃഗങ്ങളെപ്പോലെ ആകരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എന്താ? ലാ യഖഅന്ന അഹദുക്കും അലാ അഹ്ലിഹി കൽ ബഹീമ വലാകിൻ ലിയകുൻ ബൈനകും ബൈനഹുന്ന റസൂലുൻ. നിങ്ങളൊരിക്കലും ഒരു മൃഗത്തെപ്പോലെ ചാടിപ്പോകരുത്. മൃഗങ്ങൾ അവരുടെ കാര്യം നിർവഹിക്കുന്നു, പോകുന്നു. വല്ല കോഴിയോ വല്ല ആടോ പശുവോ ഒക്കെ നമ്മളെ നിത്യജീവിതത്തിലെ കാഴ്ചയിൽ കാണുന്നതാണ്. അതേപോലെ ആകരുത്. വല്യക്കുൻ ബൈനക്കും ബൈനഹുന്ന റസൂലുൻ. നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഇടയിലുള്ള സെക്സിന് മുമ്പ് ഒരു റസൂല് വേണം, ഒരു ദൂതനെ നിങ്ങൾ പറഞ്ഞയക്കണം. അപ്പോൾ സ്വഹാബത്ത് കൗതുകത്തോട് ചോദിച്ചു, വമർ റസൂലു യാ റസൂൽ അല്ലാഹ്, നബിയെ എന്താണ് ദൂതൻ എന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അൽ ഖുബുലതു വൽ ഖലാം, ചുംബനവും സംസാരവുമാണ്. അപ്പോൾ ഇതൊക്കെ മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രം വളരെ ഭംഗിയായി വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉള്ളിലെ ലൈംഗികതയുടെ ഫീലിൽ അവൾ എത്തണമെങ്കിൽ അവൾക്ക് കുറച്ച് സമയമെടുത്ത് സംസാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഈ ചർച്ചകളിലൊക്കെ ചോദിക്കും, ഒരാണും ഒരു പെണ്ണും അടുത്തിരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ആകാശം പൊളിഞ്ഞാടോ എന്നൊക്കെ ചോദിക്കും. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 90% സ്ത്രീകൾക്കും ചിലപ്പോൾ ഒരാണ് വന്ന് അടുത്തിരിക്കുമ്പോൾ ആണിനുണ്ടാകുന്ന ഫീലിംഗ് ഒന്നും പൊതുവേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ആണിൻ്റെ ലൈംഗികത എന്ന് പറയുന്നത് അത് പൊടുന്നനെ ജ്വലിച്ച് ഉയർന്ന് കത്തിപ്പൊങ്ങി പൊടുന്നനെ അവസാനിക്കുന്ന ഒന്നാണ്. കുറേ ചെറിയ സെക്കൻഡുകളുടെ, മിനിറ്റുകളുടെ, ഓരോ വ്യക്തികളുടെ ശാരീരിക മാനസിക അവസ്ഥകൾക്കും അയാളുടെ കാഴ്ചകൾക്കൊക്കെ അനുസരിച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അശ്ലീല വീഡിയോ ഒക്കെ കാണുന്ന ആളുകളാണ്. അവർക്ക് വലിയ ഒരു ദൈർഘ്യതൊന്നും ഇതിൽ കിട്ടൂല, ടൈമിംഗ് ഒന്നും അവർക്ക് കിട്ടൂല. അല്ലാത്ത ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരിക്കലും സെക്സിൽ ഏർപ്പെടാവുന്ന അന്തരീക്ഷം അവളുടെ ശരീരത്തിലും അവളുടെ ശാരീരിക അവയവങ്ങളിലൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ശരിക്കൊന്ന് സംസാരിച്ചിരുന്ന്. അപ്പോൾ നമ്മൾ പൊതുവേ പറയും, കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ഇതിനിരിക്കുമ്പോഴല്ല ലോകത്തെ എല്ലാ നെഗറ്റീവും കൂടി പറയേണ്ടത്. നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഈ ഹോർമോൺ വർക്കൗട്ടാകണമെങ്കിൽ ഹോർമോണിന് വർക്കൗട്ടാകാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം മനസ്സിലും ശരീരത്തിലൊക്കെ. അപ്പോഴേ അത് ഉണ്ടാവുള്ളൂ. അയൽപ്പക്കത്തെയും വീട്ടിലെയും കുടുംബത്തിലെയും മക്കളെയും ഒക്കെ കൂടെ നെഗറ്റീവ് പറയേണ്ട ഒരു സ്പേസ് അല്ലത്. അപ്പോൾ ആ നിലക്ക് ഇസ്ലാം അത്രയും കണിശമായി വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അടിസ്ഥാന ബാധ്യതയായി, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ബാധ്യതയായി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇങ്ങനെ വളരെ ദീർഘമായ സമയങ്ങളിൽ മാത്രം സെക്സ് നിർവഹിക്കപ്പെടുന്ന ആളുകളോട് നമുക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാണ്. ഒന്ന്, ഇത് നിങ്ങളെ ഫറളാണ്. അത് രണ്ട് ഹദീസുകൾ നമ്മൾ കോട്ട് ചെയ്തു. ഒന്ന്, മലക്കുകളുടെ ശാപമുണ്ടാകും എന്നുള്ള ഹദീസ് കോട്ട് ചെയ്തു. രണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ രീതിയിൽ ആവരുത്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടി അത് സാധിച്ചു കൊടുക്കണം, അത് പുരുഷൻ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, അല്ലെങ്കിൽ കുറ്റം കിട്ടുന്ന അതിൽ നിന്ന് കിട്ടി. പിന്നെ ഉദാഹരണ സഹിതം പറഞ്ഞു, ഒരിക്കലും മൃഗങ്ങളെപ്പോലെ അല്ല നിങ്ങളാകേണ്ടത്, തൻ്റെ ഇണയെ പരിഗണിക്കണം. മറ്റൊന്ന്, ഇതിൽ സംഭാഷണമാണ്. നല്ല സംഭാഷണം ഉണ്ടാകുക എന്നുള്ളത്, സൗഹൃദ സംഭാഷണങ്ങൾ, സന്തോഷ സംഭാഷണങ്ങൾ എന്നുള്ളത്, ഇത്തരം കാര്യങ്ങൾ ആക്റ്റീവ് ചെയ്ത് കൊണ്ടുവരാൻ നല്ല രീതിയിൽ ഉപകരിക്കും. അപ്പോൾ ഒരു പാർട്ട്ണർ അങ്ങനെ സഹകരിക്കാത്തതാണെങ്കിൽ ആവശ്യമുള്ള ആൾ സാധാരണ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ നിരാശയിലും ഈ പ്രതിഷേധത്തിലൊക്കെയാണ് പൊതുവെ
സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് സംസാരിക്കുമ്പോഴൊക്കെ പിന്നെയും പിന്നെയും അകന്നു പോവുകയാണ് ചെയ്യുക. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യമോ ഒന്നേക്ക് എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യില്ല, ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഈ നാവ് നാശമായാൽ പിന്നെ കണ്ണും മോറും ശരീരമൊന്നും നന്നായിട്ട് കാര്യമില്ല. അവിടെ ഒരിക്കലും അത് ഒരു സന്തോഷം ഉണ്ടാകില്ല. അപ്പം ഇത്തരം അവസ്ഥകൾ അനുഭവിക്കുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അയാൾ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അയാൾക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ ഒരു നല്ല സംഭാഷണം കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോൾ ആ സംഭാഷണം അങ്ങനെ ആയി നല്ലൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് എത്തും. പലപ്പോഴും ഇതിൽ സംഭവിക്കാറുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ ആദ്യ രാത്രികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ ട്രാജഡികൾ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഈ പോയിൻ്റ് പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വന്നത് ഞാൻ പറയാം. ഒന്നാമത്തെ രാത്രി അവനെന്തോ കമ്പനീൻ്റെ ഒരു പ്രധാന മെയിൽ വന്നു. ഈ കുട്ടി ബെഡ്റൂമിലുണ്ടാകുമ്പോൾ ഇവൻ സിസ്റ്റത്തും വരുന്നു. മണ്ടൂസൻ കോമു എന്നല്ല എൻ്റെ പേര്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, എന്തൊക്കെ കമ്പനിയാണെങ്കിലും ആ ഒരു രാത്രിക്കൊരു പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ആ കുട്ടി എന്തൊക്കെയോ ചിന്തിച്ചു പോയി. ഇവനിതിൽ കഴിയാത്ത ആളാണ്. അപ്പോൾ ഏതോ ഫ്രണ്ടിൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തു. പെട്ടെന്ന് അവളൊരു ഡിസിഷൻക്ക് എത്തി. ആരോ ഉപദേശിച്ചതൊക്കെ അവൾക്ക് മനസ്സിലായി. വേഗം രക്ഷപ്പെടാണ് വേണ്ടതെന്ന് ഒക്കെ ഒന്നാമത്തെ തീരുമാനമായി. പിന്നെ ഇതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് പിന്നെ അന്ന് കൂട്ടിക്കൊണ്ടിരുന്നില്ല. അടുത്ത ദിവസം വൈകുന്നേരമായി. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ ആയിട്ടും എൻ്റെ വിളി ചെല്ലണില്ല. ഒരു കോള്. ചില ടീമൊക്കെ അതൊന്ന് നിക്കാഹ് കഴിഞ്ഞ് കിട്ടിയാൽ ആ സ്റ്റേജ് വന്നാണ്ട് ചാടിയിട്ട് നമ്മൾ തമാശയാക്കുമല്ലോ, സ്റ്റേജ് വന്നാണ്ട് ചാടിയിട്ട് എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ആ മൈൻഡിലാണ് ഉണ്ടാകുക. അതായത് ജീവിതത്തിൽ ലൈംഗികതയിൽ ശുദ്ധി പാലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത നിമിഷമാണല്ലോ, യാതൊരു സംശയമില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ ആദ്യ രാത്രികളും ആദ്യ കാലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ശരിയായ സംഭാഷണമാണ് നമ്മൾ നിർദ്ദേശിക്കുന്ന ഒന്ന്. മറ്റൊന്ന് കാരണം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ഹോർമോൺ കുറവുണ്ടാവും. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് ലൈംഗികതയെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ. അതേപോലെ തന്നെ ഈ ഡയബറ്റീസും തൈറോയിഡും ഹൃദ്രോഗങ്ങളും ഒക്കെ തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എൻ്റെ തൈറോയ്ഡ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇത്തരം ഹോർമോണുകളുടെ കുറവുകളുണ്ടാവും. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഈ ഫീലിങ്ങുകളിലേക്കൊന്ന് എത്താനും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാനോ എന്ത് ചെയ്യില്ല, പറ്റില്ല. പിന്നെ മാനസിക കാരണങ്ങളുണ്ടാകും. ജോലി സമ്മർദ്ദം, ക്ഷീണം, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ജോലി സമ്മർദ്ദം എന്ന് പറയുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടാൻ പോവാണ്. അയാൾക്ക് ഈ മാസം പൂർത്തീകരിക്കേണ്ട ഒരു ടാർഗറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് കൗൺസിലിങ്ങും മെഡിക്കേഷനുമാണ്. ശരിയായ ചികിത്സയും കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ആളുകളെടുത്തുനിന്ന്. ഇതൊക്കെ ഒരു ചൂഷണ മേഖലയാണ്. ഈ പിന്നെ കുഞ്ഞുണ്ടാകാനുള്ള ചികിത്സ, മാനസിക രോഗ ചികിത്സ, ഈ ചികിത്സ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വളരെ അത്യാവശ്യമായ കാര്യങ്ങളായതുകൊണ്ട് ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ, ജനുവിനല്ലാത്ത ആളുകൾ, കച്ചവട താല്പര്യത്തോടുകൂടെ മാത്രം ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരം കെണികളിലൊന്നും പെടാതെ ഉള്ള സംഗതിയാണ്. പിന്നെ അവസാനത്തെ ഒരു കാര്യം എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, കുടുംബങ്ങളൊക്കെ ഇടപെട്ട് ഇത് ക്ലിയറായി വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ഒരു ഒഴിവായി പോരാവുന്ന സാഹചര്യത്തിലുണ്ട്, തൊലാഖിൻ്റെ അവസ്ഥയിലുണ്ട്. എന്തായാലും ഈ സ്ത്രീ എഴുതിയിട്ടുള്ളത് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ പരലോകം കൂടി പോണ പരിപാടിയാണ്. ആ സഹോദരി അത് ഓർക്കണം. ശൈത്താൻ ഉദ്ദേശിക്കണ കാര്യം നമ്മളെ ദൈവനിഷേധിയാക്കാൻ നോക്കും, ശിർക്ക് ചെയ്യുന്ന ആളാക്കാൻ നോക്കും. പിന്നെ ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള അവൻ്റെ ഭയങ്കര ഷോർട്ട് വേണം ആത്മഹത്യയൊക്കെ. അപ്പം അതതിൻ്റെ പരിഹാരമല്ല. നിങ്ങൾ തൊലാഖ് ചൊല്ലേണ്ടി വന്നാൽ പോലും ആത്മഹത്യ എന്നുള്ളത് എന്തല്ല, തൊലാഖ് ചൊല്ലി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയണത് ഈ സ്ത്രീയോട് സ്പെസിഫിക്കായിട്ട് നിങ്ങൾ തൊലാഖ് ചൊല്ലണമെന്നല്ല പറയണത്. നമ്മളിവിടെ കുറേ സ്റ്റെപ്പുകൾ പറഞ്ഞല്ലോ, ആ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞ് അതെല്ലാം അതൊരു പക്ഷേ ഇപ്പോൾ അവർ പറയുണ്ടാവും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചാണ്, ഞങ്ങൾ സംസാരിച്ചാണ്, ഇങ്ങനെ പറയുമ്പോഴൊരു വിഷയം അതാണ്. അപ്പോൾ അത് പ്രോപ്പറായിരുന്നോ, അതൊരു വിഷയമാണ്. അത് പ്രോപ്പറായിരുന്നോ, ആ വ്യക്തികൾ പ്രോപ്പറായിരുന്നോ? പിന്നെ ഇതിൻ്റെ
ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിലുള്ള മാനസിക ബന്ധം കട്ടായി കിടക്കുന്നുണ്ടാവും. പരിഹരിക്കേണ്ടതാരാണോ അവർ എന്ത് ചെയ്യണം, അത് പുനഃസ്ഥാപിച്ച് ഒന്നുമില്ലെങ്കിൽ അഭിനയിച്ചിട്ടെങ്കിലും അയാളുടെ അരികത്ത് ഒട്ടിച്ചേർന്ന് നിന്ന് അയാളെ ആ കുഴിയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതൊരു ഒരു സംഗതിയാണ്. പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഇൻ അഅജസഹു അൽ ജിമാഅ ഫഇന്നഹ തസ്തഹിഖുൽ ഫസ്ഖ ലിഅന്നഹു മഅനൻ യുംനഉ മഖ്സൂദൻ നിക്കാഹി ഫദാമ ക അൽ ഉന്ന. ഭർത്താവിന് തീരെ ശാരീരിക ബന്ധം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ വിവാഹം വേർപ്പെടുത്താൻ ഭാര്യയ്ക്ക് ആവശ്യപ്പെടാം. കാരണം അത് വിവാഹത്തിൻ്റെ ഉദ്ദേശത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നാണ്. ഇതിൻ്റെ അർത്ഥം സ്നേഹക്കൂടലിൽ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ വേഗം തൊലാക്ക് ചൊല്ലണം എന്ന് പറഞ്ഞു എന്നല്ല. നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൂടെ പോയി നിങ്ങൾ ഒരു രോഗം മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ 2, 3, 4 ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ ഞാൻ എത്ര സംസാരിച്ചു, ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ആ ഒരു മനസ്ഥിതിക്ക് പോകരുത്. പിന്നെ പ്രത്യേകം മനസ്സിലാക്കുക, പൂർണ്ണമായ സന്തോഷവും സമാധാനവും കിട്ടുക പരലോകത്ത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പൂർണ്ണമായ സന്തോഷവും സമാധാനവും കിട്ടുക പരലോകത്ത് മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. വലക്കും ഫീഹ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ദഊൻ. നിങ്ങൾ ആഗ്രഹിക്കണതൊക്കെ കിട്ടുക പരലോകത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ സിനിമയിലും ഷോർട്സിലും റീൽസിലൊക്കെ ഉള്ളൊരു ലൈംഗികത ഉണ്ടാകും. ആ ലൈംഗികത കണ്ടിട്ട് അത് ഇവിടെ ബെഡിൽ കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടലുണ്ടാവില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പ്രീ മാരിറ്റൽ അഫയേഴ്സ്, പൂർവ്വവിവാഹ ബന്ധങ്ങളിൽ സെക്സിൽ ഒരു തരം സംഭവം ഉണ്ടാകും. അത് തികച്ചും പൈശാചികമാണ്. അത് ശൈത്താൻ്റെ ഇസ്തിംതാഇൻ്റെ ഭാഗമാണ്. അപ്പം അതുമായിട്ടൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്യും ആൾക്കാർ. വളരെ ഓപ്പണായിട്ട് ഞാൻ ചെവി കൊണ്ട് കേട്ടൊരു കാര്യമാണ്. ഞാൻ അവിടെ അന്ന് എനിക്ക് ഒരു അബദ്ധം പറ്റി. പക്ഷേ ആ അബദ്ധം പറ്റിയ സെക്സിൽ പോലും ഭയങ്കര ഒരു അനുഭൂതി എനിക്കുണ്ടായിരുന്നു. അതെനിക്കിവിടെ ഇതിൻ്റെയൊക്കെ ഒരു തോത് കാര്യം കാലാവസ്ഥ, വ്യക്തി, സാഹചര്യം, സന്ദർഭം ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഇത് വരിക. മാക്സിമം ഉള്ളിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവുക. ഇതിൻ്റെ റസൂൽ പറഞ്ഞ റസൂലിനെ നിയോഗിക്കുക. നബി പറഞ്ഞല്ലോ നിങ്ങൾ ദൂതനെ അയക്കുക എന്ന് പറഞ്ഞല്ലോ. അത്തരം കാര്യങ്ങളിൽ ഭയങ്കര ശ്രദ്ധ പാലിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ആശ്വാസകരമായിരിക്കും. ഇണയുമായുള്ള ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഇണക്ക് എന്താണ് താല്പര്യമെന്നത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പ്രൈമറി മനുഷ്യൻ്റെ ഒരു കഴിവാണത്. മൂപ്പർക്ക് ഇതാണ് താല്പര്യം, അവൾക്ക് ഇതാണ് താല്പര്യം എന്നത് അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുക. അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. നമ്മൾ കുറച്ചും കൂടി ഒരു ഓപ്പൺ സ്പേസിൽ ഇത് പറയാനുള്ള കാരണം ഈ കണ്ട പോൺ വീഡിയോ കണക്കൊക്കെ കണ്ടിട്ടാണ് ഇന്ന് പൊതുവേ വിവാഹങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ അവിടെ പോയി നിരാശമാകുന്ന ഒരവസ്ഥ ഉണ്ട്. എന്നിട്ട് അതിന് മെഡിസിൻ എടുക്കണയൊക്കെ സാഹചര്യമൊക്കെ പലയിടത്തും കാണാറുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണം. മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മരുന്നും വാങ്ങിപ്പോണേ മനുഷ്യന്മാർ. നമ്മളെ ഇപ്പോൾ പിസ്രഡിലുള്ളൊരു സുഹൃത്തിൻ്റെ മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുമ്പോൾ ഒരാളൊരു മെഡിസിൻ വാങ്ങി പോവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു അതാച്ചുക അയാൾ വൈകുന്നേരം ഇവിടെ വരും, എന്നിട്ട് മെഡിസിൻ എടുത്ത് പോകും. അയാളുടെ വീട്ടിൽ ബെഡ്റൂമിൽ ചെല്ലണമെങ്കിൽ ഈ മരുന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പടച്ചോനെ അങ്ങേയറ്റം സ്തുതിച്ചു. അൽഹംദുലില്ലാ. ഓരോരുത്തർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണ ഓരോ പരീക്ഷണങ്ങളാണിത്. അങ്ങനത്തെ വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ അനുഗ്രഹത്തെ തെറ്റായി വിനിയോഗിക്കുമ്പോഴും മെഡിസിനൊക്കെ വാങ്ങി തിരിഞ്ഞു കിടക്കുന്ന കഴിയുന്നില്ലല്ലോ, എനിക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ആത്മഹത്യാ മുനമ്പിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യരെയൊക്കെ ഓർക്കുക. സെൽഫായിട്ട് ചെയ്യുമ്പോഴും ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോഴൊക്കെ അത് ഓർക്കണമെന്ന് കൂടി പറയണം. ഇത് ഒരു സഹോദരിയുടെ ചോദ്യമാണെങ്കിൽ അതേപോലെ തന്നെ ഒരു സഹോദരൻ്റെ മറ്റൊരു സംശയം ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ ഭാര്യയുമായി ശാരീരിക ബന്ധം നടത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഭാര്യ സുഖമില്ലാത്തയാളാണ്. ഭാര്യയ്ക്ക് എന്താണ് സുഖമില്ലാതെ ഉള്ള കാരണങ്ങളും ഇതിൽ പറയുന്നുണ്ട്, നമ്മളത് പ്രത്യേകം പറയണില്ല. ഇപ്പോൾ ഒരു നടക്കാവുന്നൊരു സാഹചര്യം മാത്രമേ ആയിട്ടുള്ളൂ. അത്യാവശ്യം സ്വന്തം ജോലികൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അവൾക്ക് താല്പര്യമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൾക്ക് ഡോക്ടറെ കാണിക്കാൻ മടിയുമാണ്. ഇതിൽ ഈ ലാസ്റ്റ് വേർഡാണ് ഞാനൊന്ന് പ്രത്യേകം എടുക്കുന്നത്. പലപ്പോഴും ഈ ലൈംഗികത നിർവഹിക്കുന്നിടത്ത് ലൈംഗിക അവയവങ്ങളുടെ പരിമിതികൾ, അതിൻ്റെ രോഗങ്ങൾ, ഇങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും. ഇത്തരം വിഷയങ്ങളൊക്കെ ഡോക്ടറെ കാണേണ്ടതും ചികിത്സിക്കേണ്ടതൊക്കെ ആയിരിക്കും. അതിൻ്റെ പേരിൽ ഭയങ്കര നാണം,
ഭയങ്കര ചമ്മൽ, എന്നിട്ട് ജീവിതം ഇങ്ങനെ അനുഭവിച്ചു പോണ കുറേ ആൾക്കാർ കാണാം. ചെറിയ ചെറിയ മെഡിസിൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് മെഡിസിൻ എടുക്കാതെ തന്നെ നോർമലായി പോകുന്ന, വളരെ നോർമലായി പോകുന്ന പിന്നെ അവസ്ഥയിലേക്കൊക്കെ എത്തും. അപ്പോൾ നമ്മൾ നല്ലൊരു പനി വന്ന് ആ പനിക്കുള്ള മെഡിസിൻ എടുത്താൽ പിന്നെ നോർമൽ ആയല്ലോ എന്ന് പറയുന്ന പോലത്തെ സംഗതികളൊക്കെ ഉണ്ടാവും. ചെറുതും വലുതുമായിട്ടൊക്കെ വിഷയങ്ങളുണ്ടാകും. ഇതിലൊക്കെ ആവശ്യമില്ലാതെ വാശി പിടിച്ച് ജീവിതം നശിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറ്റം കിട്ടും, 100% പഠിച്ചവരത് ശിക്ഷ കിട്ടും. കാരണം സ്വന്തം ഇണ ഇതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സുഹൃത്ത്, അദ്ദേഹം രണ്ടാമതൊരു വിവാഹം കഴിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ലൈംഗികതയിലുള്ള പൂർണ്ണത പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ രണ്ടാമതും അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ അത് ആകെ ഭയങ്കര ബഹളമായി, ഭാര്യ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഭയങ്കരമായ സീനായി. അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷനൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ കൃത്യമായി കറക്റ്റ് കാരണം പറയുമെന്ന് പറഞ്ഞു. നമ്മൾ കറക്റ്റ് കാരണം പറയുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അവളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നെ ആ നിമിഷങ്ങളിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്, അതൊന്നും കറക്റ്റ് എന്ത് ചെയ്യണില്ല, ഉണ്ടാവുന്നില്ല, വരുന്നില്ല, ഒരു ഡ്രൈ ഫീൽ വരുന്നു എന്നൊക്കെ. ഞാൻ അത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് ഇടങ്ങാറായി കണ്ട് കഷ്ടപ്പെട്ട് പറയണത്. ഇയാൾ അവസാനം ആദ്യം കല്യാണം കഴിച്ച കുട്ടിയെ അയാൾ ഡിവോഴ്സ് ചെയ്തൊക്കെ ആയി. അതിൻ്റെ ശേഷം ഡോക്ടറെ കാണിച്ചു, പ്രശ്നമല്ല, ഒക്കെ ഓക്കെയാണ്, ഒരു വിഷയമല്ല. അപ്പോൾ ഞാനിത് സഹോദരിമാർക്കാണ് ഈ ചമ്മൽ കൂടുതലുണ്ടാകുക, അതുകൊണ്ട് പറയണം. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ഇണ നമ്മോട് പറയണം ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അങ്ങനെ ഉണ്ടോ അല്ലേ എന്നുള്ളതൊന്നും വിഷയമല്ല, ഡോക്ടറെ കാണിക്കണം. നമുക്ക് പറയാനുള്ള ബാക്കിയൊക്കെ ഡോക്ടറോട് പറയാം. ഡോക്ടർ ഇയാളെ പറഞ്ഞ മാതിരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് പറയാലോ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ഭാര്യയ്ക്ക് താല്പര്യമില്ല എന്ന് പറയണത്, ഇതൊരു ഊട്ടിക്ക് ടൂർ പോവുക എന്ന് പറയുമ്പോൾ താല്പര്യമില്ല എന്ന് പറയണ മാതിരത്തെ സംഭവമല്ല. നിങ്ങളിലൂടെ മാത്രം നിങ്ങളുടെ ഭർത്താവിന് നിർവഹിക്കാൻ പറ്റുന്ന കാര്യം, നീണ്ട വർഷങ്ങൾ നിങ്ങളെ ചികിത്സിച്ച് നിങ്ങളെ കൂടെ നിന്ന് അയാൾ സഹിച്ച് ക്ഷമിച്ചു പോന്നു. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾ പതിയെ വന്നതിൻ്റെ ശേഷവും ഇങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. നിങ്ങൾക്ക് ശാരീരിക പ്രയാസങ്ങളും പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് പറയാം. ഇന്ന രീതിയിലാകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്ന രീതിയിലാകുമ്പോൾ പറ്റും, ഞാൻ ഇന്ന കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാം, ഇന്ന രൂപത്തിൽ ആണ് സംഭവിക്കേണ്ടത്, അതൊക്കെ പ്ലാൻ ഉണ്ടാക്കാം കേട്ടോ. വളരെ ചെറിയ പ്രായത്തിൽ പാരലൈസ് ചെയ്തിട്ട്, എനിക്ക് എൻ്റെ കൺമുന്നിൽ ഞാൻ കാണുന്നൊരു സംഭവമാണ്. പാരലൈസ് ചെയ്തിട്ട് ഒരു ലൈംഗിക നിർവഹണം എന്നത് അത് ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അതെങ്ങനെയായിരിക്കും അവർക്ക് സാധിക്കുക എന്ന് നമുക്ക് തോന്നണേ. ശരീരത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട്, ശരീരത്തിൻ്റെ ഡിസേബിലിറ്റി, വൈകല്യത്തിൻ്റെ സ്റ്റൈല് വെച്ചിട്ട് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാവുന്നൊരവസ്ഥ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവർക്ക് 3-4 കുട്ടികളുണ്ട്, അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ എടുത്ത റോള് ഭയങ്കര സംഭവമായിരിക്കും. ആ ദാമ്പത്യ ജീവിതം അയാൾ പാറി പറന്ന് ദാരിദ്ര്യമുള്ളൊരു കാലത്ത് അയാൾ അതിസമ്പന്നനായി ജീവിക്കുന്നതിൻ്റെ ഇടക്കാണ് നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ളൊരു കുടുംബത്തിൽ നിന്ന് അയാൾ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഈ സ്ത്രീ ഇങ്ങനെ ഒരു കാഷ്ടവും മൂത്രവും വാരി ഒഴിക്കേണ്ട അവസ്ഥയുള്ള ഒരാളുടെ ഭാര്യയെ ജീവിക്കുന്നത്. ഒരു കുട്ടി അവർക്കില്ല, പക്ഷെ ഇപ്പോൾ അവർക്ക് 3-4 കുട്ടികളുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരസ്പര സഹകരണത്തിലൊക്കെ നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു നിർവാഹമില്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അയാൾക്കൊരു വിവാഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടാളും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാവുന്ന ഒരു മൂന്നാമതൊരാളെ, അത് ചിലപ്പോൾ ഒരു ആത്മീയമായ നിലക്ക് നിങ്ങൾ ഉപദേശിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു കൗൺസിലറായിരിക്കാം, ആരോട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആ നിലക്ക് നമ്മൾ നേരത്തെ ഒന്നാമത്തെ മറുപടിയിൽ പറഞ്ഞ 6 കാര്യങ്ങൾ ഞാനിവിടെ ഒന്നും കൂടി ഓർമ്മയാക്കുകയാണ്. ഒന്ന്, ഇസ്ലാമികമായി ഈ ഇൻ്റർകോഴ്സസ് എന്നതൊരു ബാധ്യതയാണ് എന്ന് രണ്ടാളും മനസ്സിലാക്കിയാൽ വിഷയങ്ങൾ പരിഹരിച്ച് വരും. 2, തുറന്ന സംഭാഷണങ്ങൾ വേണം. എന്താണ് തടസ്സം, എന്താണ് പ്രശ്നം, എന്ത് ഫീൽ ചെയ്യുന്നു എന്ന ശരിയായ ഉത്തരത്തിലേക്ക് എത്തണം. 3, അതുവഴി കാരണങ്ങളെ ശരിക്കും മനസ്സിലാക്കി ആ കാരണത്തെ ഇല്ലാതാക്കണം. 4, മെഡിസിനും കൗൺസിലിങ്ങും ഒക്കെ വഴി കർമ്മപ്രദമായി ഇതൊക്കെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. വേറൊരു നിർവാഹമില്ലെങ്കിൽ രണ്ടാൾക്കും അവരുടെ ലൈംഗികതയുടെ ആവശ്യത്തിന് വേണ്ടി വഴിപിരിയുന്നതാണ് ഇസ്ലാം വെക്കുന്ന മറ്റൊരു പരിഹാരം. പിന്നുള്ളൊരു കാര്യത്തിൽ അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അവരോട് സംസാരിച്ചവരോട് സംസാരിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, അവിടെ മെഡിസിൻ എടുത്ത് ഡോക്ടറെ അടുത്ത് പോയി. പൊതുവേ ചികിത്സ എന്ന് ഇങ്ങനത്തെ ഈ പ്രത്യക്ഷത്തിൽ കാണാത്ത കാര്യങ്ങളുടെ ചികിത്സാരണ തന്നെ ഭയങ്കര
ഭയങ്കര അന്തല്ലാത്ത രീതിയായിരിക്കും ആൾക്കാർ സ്വീകരിക്കുക. അവിടെ ഒരാളുണ്ട്, മൂപ്പർക്ക് എന്നോടത്ത് പോയിട്ട് മാറിയിട്ടുണ്ട്, എന്നിട്ട് മണ്ടും. പിന്നെ ഏതോ ഒരു ഫേസ്ബുക്കുകാരെങ്ങനെ എടുക്കും, അവിടെ വന്നു, ഇത്ര ആൾ കൂടെ ഇരിക്കുന്നുണ്ട്, ഇയാളെടുത്തുനിന്ന് നാടൻ ചികിത്സയാണ്, ഇതെടുത്ത് മാറിയിട്ടുണ്ട്, പിന്നെ അയാളടുത്ത് പോവും. അങ്ങനെ ഒരു കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു രീതി പലയിടത്തും ഉണ്ടാവില്ല. ശരിക്കും ഈ വിഷയം വേറെ ആണെങ്കിലും ഞാനതിവിടെ പറഞ്ഞു പോവുകയാണ്. ഈ യൂറോപ്പിൻ്റെ ഒക്കെ ഒരു രീതി സാധാരണ പറയാറുണ്ട്. അവിടെ എന്ന് പറയുന്നത് ഒരു കുടുംബ ഡോക്ടർ ഉണ്ടാവും. ആ കുടുംബത്തിലെ എല്ലാവരുടെയും ചികിത്സക്ക് മൂപ്പരെടുത്ത് ആദ്യം പോവുക. പിന്നെ അദ്ദേഹമാണ് വേറെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോവുക. എനിക്ക് തലവേദന വന്നാൽ ഞാൻ നേരെ എന്ത് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറെ അടുത്തേക്ക് ഞാനാണ് പോവുകയാണ്. മനസ്സിലല്ലേ? എനിക്ക് നെഞ്ചുവേദന വന്നു, ഞാൻ നേരെ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഞാനാണ് പോവുകയാണ്. ഇത് സംഗതി ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും. ഇത് പോകേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും പോകേണ്ടി വരിക. അപ്പോൾ ഈ രീതികളൊക്കെ ഒന്ന് മാറണം നമ്മളെ വീടുകളിൽ. ഒരാളെടുത്ത് നമ്മളെല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, അവലംബിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടായില്ല. എന്താണ്, ഇയാൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്നല്ലോ, മോനിങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുമായിട്ട് ഇതിന് ബന്ധം ഉണ്ടാവും. ഇതൊക്കെ ഈ ഡോക്ടർക്ക് എന്ത് ചെയ്യും, കൃത്യമായി ഓർമ്മ വരും. നമ്മളെ നിരന്തരം കാണുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അത് ഓർമ്മ ഉണ്ടാവും. പിന്നെ അദ്ദേഹമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങോട്ട് പോകണം, ആരെ കാണണം. അപ്പോൾ ആ ഡോക്ടറിനൊന്ന് വിളിച്ച് പറയും, എൻ്റെ പേഷ്യൻ്റാണ്, ഇങ്ങനെ ഓരോ ഡോക്ടർമാർ തമ്മിലുള്ളൊരു ബോണ്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. അങ്ങനത്തെ രീതികൾ ഇതിൽ സ്വീകരിക്കണം. അല്ലാതെ ഞാൻ കുറേ സംസാരിച്ചാണ്, ഞാൻ കുറേ പറഞ്ഞതാണ് എന്ന നിരാശ ഇതിൽ ഉണ്ടായിക്കൂടാന്ന് തന്നെയാണ് പറയേണ്ടത്. യെസ്, നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഒരിക്കലും ഇതൊരു പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നമാണ് എന്ന് ഭാര്യയോ ഭർത്താവോ വിചാരിക്കരുത്. ഇസ്ലാമിൽ അതിന് കൃത്യമായ പരിഹാരമുണ്ട്. അത് ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അത് ഈ ഒരു ജീവിതത്തിൽ തന്നെ, ഭൗതിക ജീവിതത്തിൽ തന്നെ സന്തോഷം തിരിച്ചു കിട്ടാവുന്ന രൂപത്തിലുള്ള പരിഹാരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതല്ലാത്ത മറ്റു പരിഹാരങ്ങളിലേക്ക് സ്വന്തമായി ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് നമ്മുടെ പരലോക ജീവിതത്തെ കൂടി നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടി ആത്മഹത്യ ഒരിക്കലും ഭൗതിക ലോകത്തെ പരിഹാരമല്ല, ആത്മീയ ലോകത്തും പരിഹാരമല്ല എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാം. പീസ് റേഡിയോ അതിൽ നിങ്ങൾക്ക് സഹായിയായി കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ പീസ് റേഡിയോയിലേക്ക് തുറന്ന് എഴുതാം. അത് ഒരു കാരണവശാലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത രൂപത്തിൽ തന്നെ നമ്മളത് കൈകാര്യം ചെയ്യാറുണ്ട്. ഇവിടെ വായിക്കുന്ന ചോദ്യങ്ങൾ പോലും അത് മറ്റൊരാൾക്ക് ഇന്നയാളാണ് എന്ന് മനസ്സിലാകുന്ന രൂപത്തിലല്ല നമ്മൾ വായിക്കാറുള്ളത്. അതുകൊണ്ട് തുറന്നെഴുതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.